ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തടിച്ചുകൂടുന്നവരുടെ എണ്ണം നോക്കി പരിപാടികൾ വൻ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണതയുടെ നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥകള്, കൺവെൻഷനുകള്, സമ്മേളനങ്ങള് ആയിരങ്ങളും പതിനായിരങ്ങളെയും കൊണ്ടുവന്ന് എണ്ണം കാണിച്ച് വൻ വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നതെന്ന്. ആ ആദർശത്തോടോ പാർട്ടിയോടോ കൂറ് കാണിക്കുന്നവരാണ് എന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നും. പക്ഷെ അതിന് പുറകിൽ മറഞ്ഞു കിടക്കുന്ന സത്യം, തിന്നാനും കുടിക്കാനും ദിവസക്കൂലിയുടെ കാശും കൊടുത്ത് അവരെ പലപ്പോഴും വിലക്കെടുത്ത് കൊണ്ടുവന്ന് ആളുടെ എണ്ണങ്ങൾ കാണിക്കുന്നതാണ് എന്ന സത്യം നമുക്കെല്ലാവർക്കും ഇന്ന് വ്യക്തമാണ്. അതുപോലെ ഓരോ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും ബന്ധും ഹർത്താലും പ്രഖ്യാപിച്ചാല് അവരെ ഭയന്ന് എന്ത് തോന്നിയാസവും കാണിക്കും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് മാത്രം കടകൾ അടച്ച് വാഹനങ്ങൾ പുറത്തിറക്കാതെ വിജനമായ റോഡുകളും കടകളുമൊക്കെ വീഡിയോയിലൂടെ കാണിച്ച് ബന്ധും ഹർത്താലും വൻ വിജയമാണ് എന്ന് പ്രഖ്യാപിച്ച് ആഘോഷിക്കുന്ന ഇന്നത്തെ ആധുനിക സമൂഹം നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. ഞാൻ അതിനെ അനുകൂലിക്കുന്നത് കൊണ്ടാണോ അതോ ഭയപ്പെടുന്നത് കൊണ്ടാണോ പലതിൽ നിന്നും മാറി നിൽക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ സഭയ്ക്കും ചിലപ്പോഴൊക്കെ തെറ്റുകൾ പറ്റുന്നുണ്ടോ, ഇതേ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് എന്നും ചിന്തിക്കണം. വലിയ ബൈബിൾ കൺവെൻഷനുകൾ പണ്ടുകാലങ്ങളിലൊക്കെ ഓരോ ഇടവകളിലും വാർഷിക ധ്യാനങ്ങൾ നടത്തുന്നതായിരുന്നു ശീലം. പക്ഷെ ഇന്ന് ഓരോ ഇടവകൾ തോറും ഫൊറോനകൾ തോറും വലിയ ബൈബിൾ കൺവെൻഷനുകൾ നടത്തി 300-500 ഫ്ലക്സുകൾ ബോർഡുകൾ അടിച്ച് സമീപ പ്രദേശത്തുള്ള ഇടവകളിലും റോഡിന്റെ സൈഡിലുമൊക്കെ അത് കെട്ടിത്തൂക്കി വലിയ അനൗൺസ്മെന്റുകളും ബാനറുകളുമായി ഞാനെന്തെങ്കിലുമൊക്കെ അതിന്റെ പുറകെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആളെ കൂട്ടുന്ന ഒരു പ്രവണത നമ്മിലും ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബൈബിളിന്റെ മനോഹരമായ രീതിയിൽ ഒരു സത്യം നമ്മെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ ആദ്യത്തെ ബൈബിൾ കൺവെൻഷൻ നടത്തിയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ജനക്കൂട്ടം അവനെ കാണാൻ, അവനെ കേൾക്കാൻ, അവന്റെ വചനത്തിന് കാതോർക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടിയെന്ന് മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും പ്രത്യേകമായി എഴുതി വച്ചിട്ടുണ്ട്. മത്തായി 14 അധ്യായം 13 മുതൽ 21 വാക്യങ്ങളിലും യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിലും എഴുതി വെക്കുന്നുണ്ട് 5000-ഓളം പുരുഷന്മാര് അവിടെ വന്നിരുന്നുവെന്ന്. എങ്കിൽ സ്ത്രീകള് ഞാൻ വിശ്വസിക്കുന്നു 10,000 ഉണ്ടാവും. കുട്ടികളും കൂടെ കൂടി ഏകദേശം ഒരു 20,000 പേര് സന്നിഹിതരായ ഒരു ബൈബിൾ കൺവെൻഷൻ.
5000 പുരുഷന്മാരുണ്ടെങ്കിൽ ഉറപ്പാണ് 10,000 എന്ന് പറയാൻ കാരണം ഇതാണ്. എവിടെയൊക്കെ ദൈവവചന പ്രഘോഷണം നടക്കുന്നുണ്ടോ അവിടെ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് അന്നും ഇന്നും എണ്ണത്തിൽ കൂടുതൽ പങ്കെടുക്കുക. കാരണം അവർക്കാണ് വചനം കേൾക്കുക എന്നതിനേക്കാൾ ഉപരി പ്രശ്നങ്ങൾ മാറിക്കിട്ടാനുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും കൂടുതൽ. എവിടെ പോയാൽ പ്രശ്നം മാറിക്കിട്ടും അതിനുവേണ്ടി ഓടി നടക്കുന്നവരുടെ എണ്ണം ഇന്ന് സ്ത്രീകളുടെ ഇടയിൽ കൂടുന്നു എന്നത് ഇങ്ങനെയുള്ള കൺവെൻഷൻ വേദികളിലേക്ക് അവർ ഒഴുക്ക് കണ്ടാൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാനും ഒരു ധ്യാനമന്ദിരത്തിൽ ഡയറക്ടറായിട്ട് ഇരുന്ന ആളാണ്. ധ്യാനമന്ദിരത്തിൽ ഒരു കൺവെൻഷൻ, ബൈബിൾ കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ, അനേക ദിവസങ്ങളും മാസങ്ങളും മുമ്പ് തന്നെ അതിന്റെ പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കും. ആരൊക്കെ വചനം പ്രഘോഷിക്കണം, ഏതൊക്കെ ശുശ്രൂഷകർ കടന്നു വരണം, അതുപോലെ തന്നെ അതിന്റെ സമയം, കടന്നുവരുന്ന ആളുകൾക്കുള്ള സൗകര്യങ്ങള്, പന്തല്, അതുപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങള്, കുടിക്കാനുള്ള വെള്ളം എല്ലാം നേരത്തെ തന്നെ പദ്ധതി ഒരുക്കി ആളുകളെ തീരുമാനിച്ച് ഏൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ 100% നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഓരോ കൺവെൻഷനും നമ്മളൊക്കെ നടത്തുക. പക്ഷേ യേശുവിന്റെ ആദ്യത്തെ കൺവെൻഷൻ നടത്തുമ്പോൾ മുൻപരിചയം ഈശോയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാകാം ഈ വക സജ്ജീകരണങ്ങളൊന്നും ഈശോ ചെയ്തില്ല. അവന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ജനത്തോട് അവൻ ദൈവിക സന്ദേശങ്ങൾ പറഞ്ഞു. അവർ ഇങ്ങനെ സർവ്വതും മറന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. വൈകുന്നേരമായപ്പോൾ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നേരം വൈകിയിരിക്കുന്നു, അവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കുക. ഉടനെ ശിഷ്യന്മാരെ മറുപടി, അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. അതിനർത്ഥം ഒന്ന് വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക, അവര് അവരുടെ കാര്യം നോക്കിക്കോളും. നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം ഇടപെടുന്നത്? അവരായി അവരെ പാടായി. അവർക്ക് ഭക്ഷണത്തിന് പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് വിളമ്പാൻ ബുദ്ധിമുട്ടാണ്, ഇത്ര വലിയ തിരക്കിനിടയിൽ പലതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്, റിസ്ക് എടുക്കണ്ട, എന്തിനാ ആവശ്യമില്ലാത്ത തലയിൽ എന്ന് പറയുന്ന ശിഷ്യന്മാരുടെ വാക്കുകള് നമ്മിലും മറഞ്ഞിരിക്കുന്ന ചില സ്വഭാവ വൈകൃതങ്ങളെ പുറത്തു കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത ഒരു മനസ്സ്. അവര് വഴിയിൽ തളർന്നു വീഴേക്കാം. പോകുന്ന വഴിക്ക് വിശപ്പനുഭവിച്ച കുട്ടികളോ അല്ലെങ്കിൽ വയസ്സായവർക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. ഇതൊന്നും ശിഷ്യന്മാർക്ക് ബാധകമല്ല. ഞങ്ങളുടെ സുരക്ഷിതത്വം, ഞങ്ങളുടെ കാര്യങ്ങള്, ഞങ്ങളുടെ ഭക്ഷണം, ഇതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക്, ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ശിഷ്യന്മാര് മാറുമ്പോൾ ഈശോ ഫിലിപ്പോസിനോട് പറയുകയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി എഴുതി വെക്കുന്നുണ്ട്, ഈശോ എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അവനറിയാൻ പാടുന്ന താൻ എന്ത് ചെയ്യണം. ഈ ജനത്തിന്റെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം ദൈവത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ മാനുഷികമായി ചിന്തിക്കുന്നവനാണ്. ഫിലിപ്പോസിനടുത്ത് വിളിച്ച് പറയുകയാണ്, ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. കൂട്ടിച്ചേർക്കുന്നുണ്ട്, അവനറിയാമായിരുന്നു താൻ എന്ത് ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തില് എന്തൊക്കെ ചെയ്യണമെന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്ത് നമുക്ക് വേണ്ടി കരുതലുകൾ ഒരുക്കി വെക്കുന്നവനാണ്. തളരുന്ന മനസ്സിന് അവൻ ആശ്വാസം കൊടുക്കുന്നവനാണ്. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. രോഗികളായവരെയും ശരീരം മനസ്സും തകർന്നവരെയും ഒക്കെ അവൻ വിളിച്ചു വരുത്തി സൗഖ്യം കൊടുത്ത് മടക്കി അയക്കുമ്പോൾ അവൻ നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവമാണ് ഞാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവം. പക്ഷെ ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവരാ നമ്മളൊക്കെ. ഇതാണ് നല്ല സമരക്കാരൻ എന്ന ഉപമയിലൂടെ ഈശോ തന്നെ പഠിപ്പിക്കുന്നത്. ഒരു പ്രശ്നവുമായി ഒരാൾ റോട്ടിൽ കിടക്കുകയാണ്. അവനെ കൊള്ളക്കാർ അടിച്ച് അവശനാക്കി അവന്റെ സമ്പത്ത് മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് അവനൊരു പ്രശ്നക്കാരനായിട്ട് കിടക്കുകയാണ്. ഈ പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന പുരോഹിതനും ലേവായനും, അവന്റെ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെട്ടാൽ ഞങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആകും. ഇവനെ ചിലപ്പം ശുശ്രൂഷിക്കാൻ പോയി കഴിഞ്ഞാൽ പോക്കറ്റിലുള്ള കാശ് നഷ്ടപ്പെടും. എന്തിനാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തലയിൽ കയറ്റുന്നത്? ഈ വേവലാതി തലയിൽ കയറ്റേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് മാറി നടക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു മനുഷ്യനുണ്ട്, നല്ല സമറിയക്കാരൻ. അവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? നമുക്ക് കൃത്യമായിട്ട് അറിയാം. തന്റെ പോക്കറ്റ് മണിയായി അവൻ കരുതിയിരുന്ന നാണയമെടുത്ത് അവൻ കൊടുക്കുകയാണ് അവന്റെ ചികിത്സയ്ക്കായി. അവൻ ദാഹത്തിനായി കൊണ്ടു നടന്നിരുന്ന വീണ്ടെടുത്ത് അവൻ കൊടുക്കുകയാണ് അവൻ കുടിവെള്ളത്തിനായി.
അവന്റെ കയ്യിലുള്ള ഔഷധമായി കരുതിയിരുന്ന എണ്ണയെടുത്ത് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടുകയാണ്. അവന്റെ തന്നെ വാഹനമായ കഴുതയുടെ പുറത്ത് ഇവനെ കിടത്തിക്കൊണ്ട് അവൻ നടക്കുകയാണ്. മറ്റൊരാളുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുന്നവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുന്നു, നീയും അവനെ പോലെ പോയി ചെയ്യുക, അവനെ പോലെ ചെയ്യുക. അതിനർത്ഥം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ് ദൈവം. ആ സ്വഭാവത്തിലേക്ക് ഞാനും നിങ്ങൾ മാറുമ്പോഴാണ് എംപതി എന്ന വാക്കിന്റെ അർത്ഥം. പലപ്പോഴും നമുക്ക് സിമ്പതിയൊക്കെ ഉണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ദീനാനുകമ്പയൊക്കെ തോന്നും. അയ്യോ പാവം, എന്നാൽ അവർക്ക് പറ്റിയില്ലേ. പക്ഷെ അവരുടെ ഈ പ്രശ്നത്തിൽ എനിക്കെന്ത് പരിഹാരമുണ്ട് എന്ന് നിർദ്ദേശിക്കാൻ പലപ്പോഴും നമ്മളൊക്കെ മാറി നിൽക്കുകയാണ്. ഇവിടെയാണ് പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകം സൂചിപ്പിക്കുന്ന മനോഹരമായ ചിന്ത അവതരിപ്പിക്കുന്നത്. അടിമത്തത്തിലായിരുന്ന ജനത്തെ വിടുവിക്കാനായിട്ട് മോശയെ ദൈവം വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. ഈ നിലവിളിക്ക് പരിഹാരം കാണാനായിട്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നത്. നിലവിളിക്കുന്ന ജനത്തിന്റെ പ്രശ്നം, അടിമത്തത്തിന്റെ പ്രശ്നം ദൈവത്തിന്റെ മുമ്പിൽ അത് പ്രശ്നമായിട്ട് തന്നെ മാറുകയാണ്. ഈ പ്രശ്നത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു ദൈവമല്ല, അതിലിടപെട്ട് പ്രശ്ന പരിഹാരം ദൈവം തന്നെ ഒരുക്കുകയാണ്. അതിനുവേണ്ടി നമുക്കറിയാം മോശയുടെ മുൻപിൽ അത്ഭുതാടയാളങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന ദൈവം. അതുപോലെ അവരുടെ മുമ്പിൽ പ്രശ്നമായി നിൽക്കുന്ന ചെങ്കടലിനെ പോലും വിഭജിക്കുന്ന ദൈവം, അവരുടെ യാത്രയിൽ പ്രശ്നമായി മാറുന്ന വിശപ്പിന്റെ വിളിയെ മന്ന പെയ്യിച്ചുകൊണ്ട് തീർക്കുന്നൊരു ദൈവം. അതുപോലെ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥയിലും ഇറച്ചിക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ ആ പ്രശ്നങ്ങളിൽ പരിഹാരവുമായി കടന്നു വരുന്ന ദൈവത്തിന്റെ മുഖം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നത്, വചനം എഴുതി വച്ചിരിക്കുന്നത്, എന്തു ചെയ്യണമെന്ന് അവൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ മുൻപിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഞാൻ കാണുമ്പോൾ, സാമ്പത്തിക പ്രശ്നമാകാം, ജീവിതത്തിലെ തകർച്ചകളാകാം, രോഗങ്ങളാകാം, എന്തൊക്കെ പ്രശ്നങ്ങളുമായി എന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ എന്നാൽ കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ രൂപവും ഭാവവും സ്വീകരിക്കുന്നവനായിരിക്കും. ഞാൻ അവന് ദൈവമായിട്ട് മാറുകയാണ്. ഉറപ്പാണ്, അവിടെയാണ് ഞാൻ നല്ല സമറിയക്കാരനായിട്ട് മാറുക. യേശുവിന് ഈ ജനത്തിന് അനുകമ്പ തോന്നുകയാണ്. വിശക്കുന്നവന്റെ വിശപ്പിന്റെ മേൽ അനുകമ്പ തോന്നുന്ന ഒരു ദൈവം ബൈബിളില് മനോഹരമായി പല സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തളർന്നു കിടക്കുന്ന 38 വർഷം തളർന്നു കിടക്കുന്ന രോഗിയുടെ മേൽ അനുകമ്പ തോന്നുന്ന ഒരു ദൈവം അവരോട് ചോദിക്കുന്നുണ്ട്, നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാധാരണ മിക്ക രോഗികളും അവന്റെ മുമ്പിൽ വന്ന് കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു എനിക്ക് സൗഖ്യം തരണമെന്ന് ആവശ്യപ്പെടുന്നവനാണെങ്കിൽ ഇവൻ അനുകമ്പ തോന്നി അങ്ങോട്ട് ചെല്ലുകയാണ്. ഇങ്ങോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് നിനക്ക് ഞാൻ ചെയ്തു തരണോ എന്ന് ചോദിക്കുന്ന ഒരു ദൈവത്തിന്റെ മുഖം പലപ്പോഴും നമുക്ക് പരിചിതമാകില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നായിമിലെ വിധവയുടെ മകൻ ഉയർപ്പിക്കുന്ന യേശുവിന്റെ ഭാഗം. ശവമഞ്ചത്തിന്റെ പുറകെ കരഞ്ഞു വേവലാതിയോടെ ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ സ്ത്രീ കടന്നു പോകുമ്പോൾ വചനം സൂചിപ്പിക്കുകയാണ്, അവൾ വിധവയായിരുന്നു, ഏക മകൻ മരിച്ച് ശവമഞ്ചത്തില്. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഇവളെ കാണുമ്പോൾ ചിലപ്പോൾ ഈശോ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഏതാനും നാളുകൾക്കുള്ളിൽ എന്റെ അമ്മയും ഇതുപോലെ ജീവിക്കേണ്ടി വരും. ജോസഫ് മരിച്ചു, ഇപ്പോൾ തന്നെ വിധവയാണ്, ഞാനും കൂടി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എന്റെ അമ്മയുടെ ദുഃഖം അവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞിട്ടുണ്ടാകും. എന്റെ അമ്മയ്ക്ക് വരുന്ന ദുരന്തം ഇതാണല്ലോ. ആ വേദന പേറുന്നവളെ അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, കരയാതിരിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവനെ ഉയർപ്പിച്ച് അവൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അനുകമ്പ തോന്നുന്ന ഒരു ദൈവം, മനുഷ്യന്റെ വേദനയിൽ അവനോടൊപ്പം വേദനിക്കുന്ന ഒരു ദൈവം, അവനോടൊപ്പം കരയുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ടല്ലോ, ചിരിക്കുന്നവരോടൊപ്പം ചിരിക്കുകയും സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുകയും കരയുന്നവരോടൊപ്പം കരയുകയും ചെയ്യുന്നവനായി ഈശോ തന്നെ വെളിപ്പെടുത്തിയെന്ന്. യേശു അനുകമ്പയുടെ സ്നേഹത്തിന്റെ ദൈവമാണ്. പക്ഷേ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള കാര്യങ്ങൾ നീ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഞാൻ മാനുഷികമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഫിലിപ്പോസ് പോയി പത്രോസോട് കാര്യം പറഞ്ഞിട്ടുണ്ടാകും. കാര്യം പത്രോസാണല്ലോ ലീഡർ. അന്ത്രയോസും യാക്കോബും യോഹന്നാനും മത്തായും തോമായും എല്ലാവരും ഒരുമിച്ച് കൂടി 12 അപ്പസ്തോലന്മാര് ഒരു കോട്ടയുമായിട്ട് പെട്ടെന്ന് തന്നെ ഒരു പാറയുടെ ചുറ്റും ഒരു പാറയ്ക്ക് മുകളിൽ അവർ കുത്തിരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി.
അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, എന്തു ചെയ്യും? ജനത്തിന്റെ എണ്ണം 5000 പുരുഷന്മാര്, ഏകദേശം 10,000 സ്ത്രീകള്, 12,000-ഓളം കുട്ടികളുണ്ടാകും. ഏകദേശം 20,000 പേർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? അത് ഒരു പ്രശ്നമായി അവർ ചിന്തിക്കാൻ തുടങ്ങി. ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും? മാനുഷികമായ ചിന്തയിൽ അവരുടെ ചിന്തകൾ ഇങ്ങനെയായി തുടങ്ങി. തൊട്ടടുത്ത പട്ടണത്തിലേക്ക് ചെന്ന് അവിടെയുള്ള ബേക്കറികളിൽ, ബോർമകളിൽ ചെന്ന് അപ്പം വാങ്ങിക്കൊണ്ടുവരാന്ന് ചോദിച്ചാല് കാശ് നമ്മുടെ കയ്യിൽ അധികമില്ല. 200 ദിനാറെങ്കിലും ഭക്ഷണം ഉണ്ടാകണം. പക്ഷെ അത്രയും കാശ് നമുക്കില്ല. ഇനി കാശുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ബക്കറ്റ് പിരിവ് നടത്തിയാലും ആളുകളിൽ നിന്ന് കളക്ട് ചെയ്താലും നമുക്ക് ഈ കാശ് കിട്ടും. പക്ഷെ ഇത്രയും പേർക്ക് ഭക്ഷണം ഏതെങ്കിലും ബേക്കറിയിൽ നിന്ന് കിട്ടുമോ? നേരത്തെ ഓർഡർ ചെയ്യാതെ നമുക്കിത് വാങ്ങാൻ പറ്റുമോ? ഇന്നൊക്കെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പേ മോഡേൺ ബ്രെഡും കരിങ്ങാലി വെള്ളവും പഴവും ഒക്കെ വാങ്ങി സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. നമ്മളൊക്കെ കരുതി വെക്കുന്നവരാ. പക്ഷെ അന്ന് ഈശോ കരുതാൻ മറന്നു. കാരണം കരുതലുള്ളൊരു ദൈവത്തിന്റെ മുഖം അവനൊന്ന് കാണിക്കാൻ വേണ്ടി മാനുഷികമായി അവൻ കരുതിയില്ല. നമ്മുടെ യൂദാസിലേക്ക് പറഞ്ഞിട്ടുണ്ടാകും, യൂദാസ് കറിയാത്ത, ഞാൻ വെറുതെ അനുമാനിക്കുകയാണ് കേട്ടോ, ഒരു ബക്കറ്റ് പിരിവ് നടത്തിയാലോ? നമ്മുടെ സ്വന്തം കയ്യിലുള്ള 200 ദിനാർ കയ്യിലിരിക്കുകയും ചെയ്യും, അവരുടെ കയ്യിലുള്ളത് ഇങ്ങോട്ട് പോരുകയും ചെയ്യും. എനിക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ആരും അറിയാം, അതിൽ നിന്ന് കുറച്ച് കാശ് പൊക്കുകയും ചെയ്യാലോ എന്ന് പറഞ്ഞ് അവൻ ഐഡിയ പറഞ്ഞിട്ടുണ്ടാകും. അപ്പം ഓരോരുത്തരായിട്ട് തങ്ങളുടേത് ആശയങ്ങൾ പറഞ്ഞു. അവസാനം അവർ തീരുമാനമെടുക്കുകയാണ്, പറ്റില്ല, ഇത് അസാധ്യമായൊരു കാര്യമാണ്. എന്നിട്ട് അവർ വന്ന് ഈശോയോട് പറയുകയാണ് ഒരു പോംവഴിയായിട്ട്, ഈശോയെ, ഞങ്ങൾക്കറിയാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ആലോചിച്ച് പരിപാടികൾ സംഘടിപ്പിക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടക്കില്ല. ഏറ്റവും നല്ലത് അവരെ അങ്ങ് വീട്ടിലേക്ക് വിടുക, അല്പം നേരത്തെ അങ്ങ് വിടുകയാ. ഇരുട്ടാവുന്നതിന് മുമ്പ് അവരവരുടെ വീട്ടിലേക്ക് പൊക്കോട്ടെ, നമുക്ക് വലിയ റിസ്ക് ഇല്ല. അവർ കാര്യം നോക്കിക്കോളും, അവരെവിടെന്തെങ്കിലും പോയി ഭക്ഷണം കഴിച്ചോളും, എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിക്കോളും, നമുക്കിത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്ഥലം നോക്കി നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന അന്ത്രയോസ് അവർ തീരുമാനത്തിൽ ഒട്ടും തൃപ്തനായില്ല. കാരണം ഈ അന്ത്രയോസിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ ചിന്തകള് മനസ്സിൽ സൂക്ഷിക്കുന്നവനായിരുന്നു. അവൻ ആളുകളുടെ ഇടയിലൂടെ ഇങ്ങനെ വെറുതെ ഒന്ന് നടക്കുകയാണ്. തീരുമാനവുമായി അപ്പസ്തലന്മാർ യേശുവിന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അന്ത്രയോസ് ഒന്ന് വെറുതെ ആളുകളുടെ ഇടയിലേക്ക് നടന്നപ്പോൾ ഇവൻ ശ്രദ്ധിക്കുകയാണ്, ഒരു ബാലൻ അവനിങ്ങനെ എന്തൊക്കെയോ തിന്നോട് നടക്കുന്നുണ്ട് ആളുകളുടെ ഇടയിൽ. അപ്പൊ നമുക്കറിയാൻ പറ്റും, നമ്മുടെ അമ്മച്ചിമാര് അല്ലെങ്കിൽ സ്ത്രീകള് കുട്ടികളുമായി ധ്യാനത്തിനോ അല്ലെങ്കിൽ പുറത്ത് യാത്രയ്ക്ക് പോകുമ്പോൾ അല്പം ബിസ്ക്കറ്റ് കരുതും, കുറച്ച് പാല് കരുതും, കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കരുതും. ഇതുപോലെ ഈ ബാലന്റെ അമ്മ ഏതാനും ചില ബാർലിയപ്പവും കുറച്ച് മീൻ വറുത്തതൊക്കെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് ബഹളമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇവനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ ആ പാത്രവും കൈപിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും കുറച്ച് നിന്നുകൊണ്ട് ആളുകളുടെ കൂടെ നടക്കുന്നത് നമ്മുടെ അന്ത്രോസ്ലീഹ കണ്ടു. അന്ത്രോസ് എന്ന് വളരെ സൂത്രത്തില് അവരോട് പറഞ്ഞിട്ടുണ്ടാകും, മോനെ, നിനക്ക് ഈശോയെ കാണണോ? ഈശോ നിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന അനുഗ്രഹം വേണോ? നിന്നെ ഈശോയുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുചെല്ലാം എന്ന് പറഞ്ഞ് വളരെ സൂത്രത്തില് ഈ ബാലനെ തന്നോട് ചേർത്ത് നിർത്തി യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലുകയാണ്. എന്നിട്ട് യേശുവിന് മുമ്പിൽ പറയുന്ന ചില വാചകങ്ങള് ഉള്ളിൽ തട്ടി പറയുന്നേ, ഈശോയെ, ഞാൻ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഒക്കെ നടന്നു നോക്കി, പക്ഷെ ഭക്ഷണം കയ്യിലുള്ളത് ഈ പയ്യന്റെ കയ്യിൽ മാത്രം. ഈ ബാലന്റെ കയ്യില് ഏതാനും ചില ബാർലി അപ്പവും 2-3 മീനും കഷ്ണം ബാക്കിയുണ്ട്. ആകെ ഇത് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. എന്നിട്ട് ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇതേ ഞങ്ങൾക്കുള്ളൂ, ഇനി നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ബാക്കിയുള്ളത് നിനക്ക് ചെയ്യാൻ പറ്റൂല്ലോ, ഞങ്ങളുടെ കയ്യിലുള്ളത് ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളൂ നീ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു യേശു താൻ എന്താണ് നേരത്തെ പദ്ധതിയിട്ട് തീരുമാനിച്ചത്, പ്രവർത്തിക്കാൻ ആലോചിച്ചിരുന്നത്, അത് നമ്മുടെ അന്ത്രയോസ് എന്ന് യേശുവിനെ നിർബന്ധിക്കുകയാണ്. ഈശോയെ, ബാക്കിയുള്ളത് നീ ചെയ്യുക. നിനക്ക് ചെയ്യാൻ പലതും ചെയ്യാൻ കഴിയുമല്ലോ, അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ ചെയ്യുന്നു. നിനക്ക് ഈ ജനത്തിന്റെ വിശപ്പടക്കാൻ വളരെ നിസ്സാരമാണ്, ബാക്കിയുള്ളത് നീ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞ് ഈ ബാലന്റെ കൈകളിലുള്ള 5 അപ്പവും 2 മീനും യേശുവിനെ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ എനിക്ക് വേണ്ടി ഞാൻ കരുതിയിരിക്കുന്നത് അവനെ ഏൽപ്പിക്കുമ്പോഴാണ് പലപ്പോഴും അവൻ വലിയ അത്ഭുതങ്ങൾ അതിലൂടെ ചെയ്യുന്നത്. ഒരു സംശയമില്ല.
എനിക്ക് വേണ്ടി ഞാൻ കരുതുന്നതിന്റെ പങ്ക് ഞാൻ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കുമ്പോൾ അവൻ അത് വലിയ അത്ഭുത അടയാളങ്ങൾക്ക് കാരണമാക്കി മാറ്റും. അതിന് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക, യേശു ഈ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് പിതാവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ജനത്തെ ഇരുത്തുക. പുല്ലുകൾ നിറഞ്ഞ, പുൽത്തകിടുകൾ നിറഞ്ഞ ആ ചെറിയ കുന്നും പ്രദേശം, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായ ആ സ്ഥലം, അതിന്റെ ജോഗ്രഫി എനിക്കറിയാം. അവിടെ ആളുകൾ 500ഓളം പേരിരിക്കുന്ന വരികളായിട്ട് അവിടെ നിരന്നിരുന്നു. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തു വിചാരിച്ചിട്ടാ, എന്തുറപ്പിന്റെ പേരിൽ അവരിയ്ക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ കൈയും കഴുകി മുഖവും കഴുകി അവർ വന്നിരിക്കുന്നു. യേശുവിന്റെ കയ്യിൽ ആകെ ഇരിക്കുന്നത് 5 അപ്പവും 2 മീനും. പക്ഷേ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ, മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്തവന് തന്റെ വാക്കിനാല് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ജനം യേശുവിന്റെ കരങ്ങളിലേക്ക് നോക്കുകയാണ്. തങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളത് അവന് കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അവൻ വാഴ്ത്തിയിട്ട് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്, വിഭജിച്ചു കൊടുക്കാനായിട്ട്. വെറും 5 അപ്പം 5000 പേര് ഭക്ഷിച്ചു. പുരുഷന്മാർ ഭക്ഷിച്ചു, സ്ത്രീകൾ ഭക്ഷിച്ചു, എല്ലാവരും വയറ് നിറച്ച് തൃപ്തിയായി ഭക്ഷിച്ചു. എന്നിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സുവിശേഷത്തിലെ ഭാഗം കൂടിയുണ്ട്. ഈശോ പറയുകയാണ്, ബാക്കിയുള്ളത് ശേഖരിക്കുക, ഒന്നും വേസ്റ്റായിട്ട് കളയരുത്, ബാക്കിയുള്ള അപ്പവും മീനും ശേഖരിക്കുക എന്ന് പറഞ്ഞ് അവൻ കൽപ്പിച്ചപ്പോൾ അവർ ബാക്കി വന്നത് 12 കുട്ട നിറയെ അവൻ ശേഖരിച്ചു. 12 കുട്ട നിറയെ. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാല്, അവനെ കേൾക്കാൻ വന്നവർക്ക്, അവനെ കാണാൻ വന്നവർക്ക്, അവനിൽ നിന്നും സൗഖ്യം ആഗ്രഹിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് വന്നവർക്ക് അവൻ വയറ് നിറച്ച് ഊട്ടിവിട്ടു. പക്ഷേ അവന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, അവന്റെ കൂടെ ജീവിക്കുന്ന, അവന്റെ ജീവിത രീതി തെരഞ്ഞെടുത്ത തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൻ ഓരോ കുട്ട നിറയെ മാറ്റിവെച്ചു. 12 ശിഷ്യന്മാർക്ക് ഓരോ കുട്ട നിറയെ. കേൾക്കാൻ വന്നവർക്ക് വയറ് നിറച്ച്, പക്ഷെ കൂടെ ജീവിക്കുന്നവർക്ക് അവൻ ഒരു കൂട്ടം നിറയെ മാറ്റിവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അവന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ, വഞ്ചിയും വലയും വീടും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ശിഷ്യന്മാര് പത്രോസ് പ്രത്യേകം ചോദിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അവൻ പറഞ്ഞു, 100 ഇരട്ടി നിങ്ങൾക്ക് കിട്ടും. ഈശോ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ കേൾക്കാൻ വന്നവർക്ക് കൊടുത്തത് വയറ് നിറച്ചാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് കുട്ട നിറയെ. ഏതൊരു ക്രിസ്തു ശിഷ്യനും യേശു വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹം ഒരു കുട്ട നിറയാണ്, സമൃദ്ധിയുടെ അടയാളമാണത്. കുട്ട നിറയെ ബാക്കി വെക്കുന്ന ഒരു ദൈവം. പക്ഷെ ഇന്ന് ഈ കുട്ട നിറയെ അനുഗ്രഹം ആർക്കും വേണ്ട. പലർക്കും വയറ് നിറച്ചങ്ങ് പോയേച്ചാ മതി, തൃപ്തി അടഞ്ഞു പോയേച്ചാ മതി. മനസ്സ് തൃപ്തമാകുക, സന്തോഷമാകുക, തൃപ്തി അടയുക, അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ വഴികളെ പിൻചൊല്ലുന്ന ഒരു ജീവിത രീതി ഇന്ന് പലർക്കും നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഈ കരിസ്മാറ്റിക് രംഗത്ത് പലപ്പോഴും ഞാൻ തിരിച്ചറിയാറുണ്ട്, വർഷങ്ങളായി കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. എല്ലാ വർഷവും 1-2 ധ്യാനം കൂടുന്നു, കൺവെൻഷനുകള് അതൊക്കെ കൂടുന്നു. എന്നിട്ടും ജീവിതത്തില് കാര്യമായ മാറ്റങ്ങളില്ല. ക്രിസ്തുവിന്റെ വഴികൾ തിരിച്ചറിയാതെ അവൻ പഴയ ജീവിത രീതിയിൽ ഇന്നും തുടരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, കുട്ട നിറയെ അനുഗ്രഹങ്ങളല്ല ഇന്ന് പലർക്കും ആവശ്യം. വെറുതെ വയറ് നിറഞ്ഞു പോയേച്ചാ മതി. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് കുട്ട നിറയെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിലെ സമൃദ്ധി എന്നതിനേക്കാൾ നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ കഴിയുന്ന ഒരു ദൈവം, നിന്റെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവം. നിന്റെ ജീവിതത്തിൽ ഒരു പരാതിയും കൂടാതെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന വചനം ഇതിനോട് ചേർന്ന് വായിച്ചാൽ മനസ്സിലാകും. അവൻ കുട്ട നിറയെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ സമൃദ്ധി എന്നതിനേക്കാൾ കുറവില്ലാത്ത ഒരു ജീവിതം. നീ ക്രിസ്തുവിന്റെ പുറകെ പോയാൽ ഉറപ്പാണ് സഹനങ്ങളുടെ വഴി നിനക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. ഒറ്റപ്പെടലുണ്ടാകും, അവിടെ തകർച്ചകളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും. പക്ഷെ ഉറപ്പാണ് അവൻ നിനക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് വിജയ കിരീടത്തിലെ ഒരു കുട്ട നിറയെ അനുഗ്രഹങ്ങളായിരിക്കും. മഹത്വത്തിന്റെ ഒരു കുട്ട നിറയെ അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ കാത്തുവെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം, കൂടെ പോരണം.
കൂടെ നടക്കാൻ തയ്യാറാകണം, കൂടെ ജീവിക്കാൻ തയ്യാറാകണം, പറഞ്ഞനുസരിക്കാൻ തയ്യാറാകണം. വല്ലപ്പോഴും വന്ന് അവനെ കേട്ട് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് വയറ് നിറച്ച് മടങ്ങുന്നവർക്കല്ല അവൻ കുട്ട നിറയെ മാറ്റിവെക്കുന്നത്. കൂടെ ജീവിക്കാൻ, കൂടെ വസിക്കാൻ തീരുമാനമെടുക്കുന്നവർക്കാണ് അവൻ ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധി വാഗ്ദാനം ചെയ്യുന്നത്. എന്റെ കൊച്ചു ചോദ്യം ഇതാണ്: നിനക്ക് കുട്ട നിറച്ച് വേണോ അതോ വയറ് നിറച്ച് മാത്രം മതിയോ? ഭൂസ്വർഗമാകെ നിറഞ്ഞൊരു നാദം, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ